കേരളത്തിൽ ഇപ്പോൾ SIR അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? 2002 കേരളത്തിൽ അവസാനമായി SIR നടപ്പിലാക്കിയത്. അനധികൃതമായി വോട്ടേഴ്സ് പട്ടികയിൽ കടന്നു വരുന്ന ആളുകളെ കണ്ടെത്തുകയും വോട്ടേഴ്സ് പട്ടിക പുതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് SIR ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് വോട്ടേഴ്സ് പട്ടിക പുതുക്കാനുള്ള അധികാരം കിട്ടുന്നത്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് BLOമാരുടെ സഹായത്തോടു കൂടിയാണ് പ്രാദേശിക തലത്തിൽ ഇലക്ടേഴ്സ് പട്ടിക അഥവാ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കി വരുന്നത്. ആരാണ് ഈ BLO? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായി ലോക്കൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെമി ലോക്കൽ ഗവൺമെന്റ് ഓഫീസറാണ് BLO. DEO അഥവാ ഡിസ്ട്രിക്ട് ഇലക്ടർ ഓഫീസറുടെ ശുപാർശ പ്രകാരം ERO അഥവാ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് BLOനെ നിയമിക്കുന്നത്. ഇപ്രകാരം പുറത്തുവിടുന്ന SIRൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടില്ലെങ്കിൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നായിരിക്കും നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ. പറ്റുമെന്നുള്ളതാണ് ഉത്തരം. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇലക്ഷനുകളായിട്ടുള്ള ലോകസഭ, രാജ്യസഭ, നിയമസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ കണ്ടക്ട് ചെയ്യാനും അതിലേക്ക് വേണ്ടിയിട്ടുള്ള വോട്ടർ പട്ടിക പുതുക്കാനുമുള്ള അവകാശങ്ങളാണുള്ളത്. അതേസമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കുമുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടേഴ്സ് പട്ടിക പുതുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടവകാശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ ഇല്ലാതാകുന്നില്ല. ഇതിനാൽ SIRൽ ഉൾപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. സുഗമമായ ഇലക്ഷൻ നടത്തിപ്പിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം.